അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. സിനിമാ താരങ്ങളും കായിക താരങ്ങളും ഉൾപ്പെടെ സെലിബ്രിറ്റികളുടെ ഒരു നീണ്ട നിരയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ കണ്ടത്. സച്ചിൻ തെണ്ടുൽക്കർ, ആയുഷ്മാൻ ഖുറാന, രൺബീർ കപൂർ, ആലിയ ഭട്ട്, രജനീകാന്ത്, രവീന്ദ്ര ജഡേജ, സൈന നെഹ്വാൾ, അമിതാഭ് ബച്ചൻ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനെത്തി. ഇതിന്റെ ചില വിദേശ പേരുകാരും രാമക്ഷേത്ര ഉദ്ഘാടനത്തിലുള്ള ആഹ്ലാദം പങ്കുവച്ചു. അതിലൊന്നാമത്തെയാൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവിഡ് വാർണർ ആയിരുന്നു. ഇന്ത്യയോടുള്ള സ്നേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള വാർണർ ഇത്തവണ സ്നേഹം പ്രകടിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് രാമക്ഷേത്ര ഉദ്ഘാടനമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇംഗ്ലണ്ട് മുൻ ക്രിക്കറ്റർ കെവിൻ പീറ്റേഴ്സണും ക്ഷേത്ര ഉദ്ഘാടനത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത്. തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ ഹിന്ദിയിൽ ജയ് ശ്രീറാം എന്നെഴുതിയായിരുന്നു പീറ്റേഴ്സന്റെ ട്വീറ്റ്. ട്വീറ്റിന് വലിയ സ്വീകരണം ലഭിച്ചു. പലരും പീറ്റേഴ്സനെ അനുകൂലിച്ച് തന്നെ മറുപടികൾ പോസ്റ്റ് ചെയ്തപ്പോൾ ചിലർ ധോണിയെയും കോഹ്ലിയെയും വിമർശിച്ച് രംഗത്ത് വന്നു. അവിനാഷ് ചൗബെ എന്ന ട്വിറ്റർ ഹാൻഡിൽ പറയുന്നത്, നമ്മുടെ ക്രിക്കറ്റർമാർക്ക് സ്വന്തം മതത്തോട് ബഹുമാനമില്ലെന്നാണ്, പ്രത്യേകിച്ച് ധോണിക്കും കോഹ്ലിക്കും. ക്ഷണം കിട്ടിയെങ്കിലും അവർ അയോധ്യയിൽ വന്നതുമില്ല, സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്തതുമില്ല. കോഹ്ലി, ധോണി, രോഹിത് എന്നിവരെക്കാളൊക്കെ പീറ്റേഴ്സൺ നല്ലയാളാണെന്ന് ദേശി മൊഹിത്തോ എന്ന ഹാൻഡിൽ കുറിച്ചു. കോഹ്ലിയെക്കാളും ധോണിയെക്കാളും നല്ലത് പീറ്റേഴ്സൺ ആണെന്ന അഭിപ്രായമാണ് സഹിൽ ശർമ്മ പങ്കുവച്ചത്. ധോണിയും കോഹ്ലിയും രോഹിത് ശർമ്മയും പീറ്റേഴ്സനെ കണ്ട് പഠിക്കണമെന്ന് റോസി എന്ന ഹാൻഡിൽ കുറിച്ചു. ഇംഗ്ലണ്ട് താരം ജയ് ശ്രീറാം പറയുമ്പോൾ, ധോണി ബിഗ് ബോസ് സീസൺ 16 വിന്നർ MC സ്റ്റാനുമത്താണെന്ന് ഇരുവരുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് ഗഗൻ കമ്പോജ് എന്ന ഹാൻഡിൽ പറയുന്നു. കോഹ്ലി, ധോണി, രോഹിത് എന്നിവർക്ക് കുറച്ച് നാണമാവാമെന്നാണ് മാർവാടി എന്ന ഹാൻഡിൽ വ്യക്തമാക്കുന്നത്.